ഹായ് ഫ്രണ്ട്സ്, SIR പരിഷ്കരണ നടപടികളുടെ ഭാഗമായി കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ പുതിയൊരു പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഏതെങ്കിലും കാരണവശാൽ ഈ ഒരു പട്ടികയിൽ നിങ്ങളുടെ പേരില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഇലക്ഷന് വോട്ടവകാശം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ ഈ പ്രാവശ്യത്തെ SIR കണക്ക് പ്രകാരമുള്ള പട്ടികയിൽ നമ്മുടെ പേരുണ്ടോ എന്ന് ചെക്ക് ചെയ്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കുന്നതിനായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഈ ഒരു ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടോ എന്ന് നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് എങ്ങനെയാണ് ആ ലിസ്റ്റ് നമുക്ക് പരിശോധിക്കുന്നതെന്ന് നോക്കാം. അതോടൊപ്പം ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം, നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ വെബ്സൈറ്റിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ 3 സെക്ഷനായിട്ട് തിരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഒന്നാമത്തത് എപ്പിക് നമ്പർ പ്രകാരം തിരയുക എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാവുന്നതാണ്. രണ്ടാമത്തത് വിശദാംശങ്ങൾ പ്രകാരം തിരയുക എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് കാണാവുന്നതാണ്. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് മൊബൈൽ ഉപയോഗിച്ച് തിരയുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ആദ്യത്തെ ഓപ്ഷനായ എപ്പിക് പ്രകാരം തിരയുക എന്നുള്ള ഓപ്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ എപ്പിക് നമ്പർ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡിൻ്റെ നമ്പറാണ്. അതിനുശേഷം താഴെയായിട്ട് ഭാഷ തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡിൻ്റെ നമ്പർ എപ്പിക് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. പിന്നെയുള്ളത് നമ്മൾ സംസ്ഥാനം സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം താഴെ ക്യാപ്ച കോഡ് നമുക്ക് വന്നിരിക്കുന്നതായിട്ട് കാണാം. ക്യാപ്ച താഴെയുള്ള കോളത്തിൽ കൃത്യമായിട്ട് കൊടുക്കുക. അതിനുശേഷം തിരയുക എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ SIR ലിസ്റ്റ് പ്രകാരം നമ്മുടെ പേരുണ്ടെങ്കിൽ പുതിയൊരു വിൻഡോയിൽ നമ്മുടെ പേരും മറ്റു വിവരങ്ങളെല്ലാം അവിടെ ലിസ്റ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ വരുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ നമുക്ക് നോക്കാം. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് വിശദാംശങ്ങൾ പ്രകാരം തിരയുക എന്നുള്ളതാണ് ആ ഒരു ഓപ്ഷന് വന്നിരിക്കുന്നത്. അതിന് തൊട്ട് താഴ്ഭാഗത്തായിട്ട് ആദ്യമേ കാണുന്നത് സംസ്ഥാനം അല്ലെങ്കിൽ രാജ്യം തിരയുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ ആദ്യമേ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ താഴെ ഭാഷ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ തൊട്ട് താഴ്ഭാഗത്തായിട്ട് വ്യക്തിഗത വിശദാംശങ്ങൾ എന്നുള്ള ഒരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ താഴെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ തിരയേണ്ടത്. ഇവിടെയായിട്ട് നിങ്ങളുടെ പേര്, നിങ്ങളുടെ ബന്ധുവിൻ്റെ പേര്, പിന്നെ നിങ്ങളുടെ ജനന തീയതി, അത് കഴിഞ്ഞ് നിങ്ങളുടെ പ്രായം എന്നിവയെല്ലാം കറക്റ്റായിട്ട് കൊടുക്കുക. ഇനിയും താഴോട്ട് കുറേ കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. നിങ്ങൾ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് നിങ്ങളുടെ ലൊക്കേഷൻ വിശദാംശങ്ങൾ കൊടുക്കേണ്ടതാണ്. നിങ്ങളുടെ ജില്ല, നിയമസഭാ മണ്ഡലം എന്നിവയെല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ ക്യാപ്ച ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് താഴ്ഭാഗത്തായിട്ടുള്ള കോളത്തിൽ ആ ക്യാപ്ച ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തിരയുക എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമ്മൾ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അടുത്ത വരുന്ന വിൻഡോയിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ലിസ്റ്റിൽ നമുക്ക് പേരുണ്ടോ എന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് വിശദാംശങ്ങൾ പ്രകാരം തിരയുക എന്നുള്ളൊരു ഓപ്ഷനാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഈ ഒരു ഓപ്ഷനിലാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ ഒരു പട്ടികയിൽ നമ്മുടെ പേരില്ല എന്നുണ്ടെങ്കിലാണ് ഈ ഒരു ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ ഒരു പുതിയ പട്ടികയിൽ നമ്മുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് അടുത്ത മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് മൊബൈൽ ഉപയോഗിച്ച് തിരയുക എന്നുള്ളൊരു ഓപ്ഷനാണ്. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമ്മൾ തിരയുകയാണെങ്കിൽ ആദ്യം വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് രാജ്യം അല്ലെങ്കിൽ തലസ്ഥാനം, ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അടുത്ത് വരുന്നത് ഭാഷ തിരഞ്ഞെടുക്കാനെന്നുള്ള ഓപ്ഷനാണ്. തൊട്ട് താഴെ വരുന്നത് മൊബൈൽ വിശദാംശങ്ങൾ എന്നുള്ള ഒരു ഓപ്ഷനാണ്. നമ്മൾ മൊബൈൽ ഉപയോഗിച്ച് തിരയുന്നതായതുകൊണ്ടാണ് അത് ചോദിക്കുന്നത്. നമ്മുടെ മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ SIR ഫോം പൂരിപ്പിച്ച് കൊടുത്തപ്പോൾ അതിൽ കൊടുത്ത ഫോൺ നമ്പർ ഏതാണ് ആ ഒരു ഫോൺ നമ്പറാണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ താഴെയായിട്ട് എല്ലാ ഓപ്ഷനും ചെയ്തതുപോലെ ക്യാപ്ച ഉണ്ട്. ആ ക്യാപ്ച ടൈപ്പ് ചെയ്ത് കൊടുക്കുക. താഴത്തെ കോളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം OTP അയക്കാനായിട്ട് നമ്മൾ OTP എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ SIR ഫോം പൂരിപ്പിച്ച് കൊടുത്തപ്പോൾ കൊടുത്ത ഫോൺ നമ്പറിലേക്ക് ഒരു OTP അയക്കുന്നതാണ്. ആ OTP താഴെയുള്ള കോളത്തിലായിട്ട് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം തിരയുക എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ അടുത്ത വിൻഡോയിലായിട്ട് അത് കാണിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ ഓവറോൾ നോക്കിയാൽ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ വിശദാംശങ്ങളൊക്കെ കൊടുത്ത് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരെങ്ങനെയാണ് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാവുന്നതാണ്. അതിനായിട്ട് ആദ്യത്തെ ഓപ്ഷനായ എപ്പിക് പ്രകാരം തിരയുക എന്നുള്ള ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. അതിനായിട്ട് ആദ്യത്തെ ഓപ്ഷൻ ഞാനിവിടെ സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ ആദ്യം സെലക്ട് ചെയ്യേണ്ടത് ഭാഷ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ ഭാഷ തിരഞ്ഞെടുക്കുകയാണ്.
നമ്മളിവിടെ ഭാഷ തിരഞ്ഞെടുക്കുമ്പോൾ ഹിന്ദി, ആസാമീസ്, ബംഗാളി, കൊങ്കണി, ഗുജറാത്തി, മലയാളം, ഒഡീഷ, പഞ്ചാബി, തമിഴ്, തെലുങ്ക്, മറാത്തി, കന്നഡ, ഉറുദു എന്നിങ്ങനെയുള്ള ഓപ്ഷനുകൾ നമുക്കിവിടെ കാണാവുന്നതാണ്. നമ്മളിവിടെ മലയാളം എന്നുള്ളൊരു ഓപ്ഷൻ നമ്മളിവിടെ സെലക്ട് ചെയ്യുകയാണ്. മലയാള ഭാഷ സെലക്ട് ചെയ്യുകയാണ്. പിന്നീട് നമുക്ക് കൊടുക്കാനുള്ളത് എപ്പിക് നമ്പറാണ്. നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡിലുള്ള നമ്പർ ഇവിടെ തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നീട് വരുന്ന അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് രാജ്യം അല്ലെങ്കിൽ സംസ്ഥാനം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത് സംസ്ഥാനം എന്നുള്ളതാണ്. അതിന് കേരളം എന്നുള്ള സംസ്ഥാനമാണ് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മുടെ കേരളം എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിവിടെ സംസ്ഥാനം തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആൻഡമാൻ നിക്കോബാർ ഐസ്ലാൻഡ്, ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ആസാം, ബീഹാർ, ഛത്തീസ്ഗഡ്, പിന്നെ ദാദ്ര നാഗർ ഹവേലി, ഗോവ, ഗുജറാത്ത്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, ജമ്മു ആൻഡ് കാശ്മീർ, ജാർഖണ്ഡ്, കർണാടക, കേരള, ലഡാക്ക്, ലക്ഷദ്വീപ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര ഇങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളുടെയും പേര് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ കേരള എന്ന നമ്മുടെ സംസ്ഥാനത്തിനെ നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടതാണ്. അതിനുശേഷം താഴെ ഒരു ക്യാപ്ച കോഡ് വരുന്നുണ്ട്. ക്യാപ്ച ടൈപ്പ് ചെയ്യുക. തൊട്ടടുത്തുള്ള കോളത്തിൽ നമ്മൾ ഇവിടെ ക്യാപ്ച ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. തിരയുക എന്നുള്ളൊരു ഓപ്ഷൻ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ക്യാപ്ച ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം തിരയുക എന്നുള്ളൊരു ഓപ്ഷനും കൂടി നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അടുത്തൊരു വിൻഡോയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നമുക്കവിടെ നമ്മുടെ വോട്ടർ പട്ടികയിലുള്ള നമ്മുടെ പേര് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നമുക്ക് പുതിയ SIR ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നമുക്ക് നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നമ്മുടെ പേര് പുതുതായിട്ട് വന്നിരിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് SIR ഫോം പൂരിപ്പിച്ച് കൊടുത്തവരെല്ലാം വോട്ടേഴ്സ് ലിസ്റ്റിൽ അവരുടെ പേര് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. നിങ്ങളുടെ സുഹൃത്തുക്കളിൽ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടനെ തന്നെ എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഒക്കെ ഒന്ന് ഓണാക്കിയിടാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ്.